ഇറച്ചിക്കോഴി വിലയിൽ ക്രമാതീതമായ വർധന ദിവസേന പ്രതീക്ഷിക്കാത്ത വിധമാണ് വില കൂടുന്നത്. ഇനി ഹോട്ടലുകളിലും മറ്റും ചിക്കൻ വിഭവങ്ങൾക്ക് വില കൂടാനാണ് സാധ്യത. കണക്കുകൂട്ടലിലെല്ലാം തെറ്റി. ഇനി ഹോട്ടലുകളിലും മറ്റും പോയി ചിക്കൻ വിഭവങ്ങൾ കഴിക്കണമെങ്കിൽ വില കുറച്ച് കൂടുതൽ കൊടുക്കണമെന്ന് ഉറപ്പാക്കാം. കാരണം സംസ്ഥാനത്ത് കോഴിയിറച്ചി വില നിയന്ത്രണമില്ലാതെ കുതിച്ചുയരുകയാണ്. അതും ദിവസേന പ്രതീക്ഷിക്കാത്ത വിധമാണ് വില കൂടുന്നത്. കനത്ത ചൂടും ഉൽപാദന മേഖലയിലുണ്ടായ വൻ തകർച്ചയുമാണ് ഇപ്പോൾ കോഴിയിറച്ചി വിപണിയെ പിടിച്ചുലച്ചിരിക്കുന്നത്. ഇത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റും ഹോട്ടൽ മേഖലയിലും ഒരുപോലെ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. വിപണിയിലെ കണക്കുകൾ പ്രകാരം ഒരാഴ്ചക്കിടെ മാത്രം കിലോയ്ക്ക് 40 മുതൽ 50 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ ജില്ലകളിലും ഭൂരിഭാഗം നഗരങ്ങളിലും ചില്ലറ വിൽപ്പന വില 175 രൂപയും കടന്ന് കുതിക്കുകയാണ്. എന്തിനു പറയണം, പലയിടങ്ങളിലും 200-ന് മുകളിലാണ് വിൽപ്പന. വരും ദിവസങ്ങളിലും വില ഇനിയും ഉയരാൻ തന്നെ സാധ്യതയുണ്ടെന്നാണ് വിപണിയിലുള്ളവർ പറയുന്നത്. ഫാമുകൾ വലിയ പ്രതിസന്ധിയിലായതുകൊണ്ട് തന്നെ ഇറച്ചിക്കോഴിയുടെ ലഭ്യതയിലുണ്ടായ വൻഇടിവാണ് പെട്ടെന്നുള്ള വിലക്കയറ്റത്തിന് കാരണം. അതായത് കഴിഞ്ഞ 2 മാസമായി കേരളത്തിലും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും അനുഭവപ്പെട്ട കനത്ത ചൂടും ജലക്ഷാമവുമാണ് കോഴി ഫാമുകളെ വലച്ചത്. പല സ്ഥലങ്ങളിലും ചൂട് താങ്ങാനാകാതെ വലിയ തോതിൽ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തൊടുങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് പുതിയ ബാച്ചുകളുടെ ഉൽപാദനത്തെ പൂർണ്ണമായി തകിടം മറിച്ചതായും കർഷകർ പറയുന്നുണ്ട്. മാത്രമല്ല, ഉൽപാദനം പ്രതിസന്ധിയിലായതോടെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കുള്ള കോഴിയുടെ വരവും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഡീസൽ പെട്രോൾ വില വർദ്ധിച്ചതോടെ വളർത്തുചെലവും വർധനവാണ് രേഖപ്പെടുത്തുന്നത്. അതേസമയം മഴ തുടർന്നാൽ ചിക്കൻ വില കുറയാൻ സാധ്യതയുണ്ടെന്നാണ് വിപണി നിരീക്ഷകർ പറയുന്നത്. വില കുതിച്ചുയർന്നതോടെ എന്തായാലും ചെറുകിട വിൽപ്പനശാലകളിൽ കോഴിയിറച്ചിയുടെ വിപണനം പകുതിയോളമായെന്നും പറയുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് പിന്നാലെ ചിക്കൻ വിലയിലെ വർധനവ് സാധാരണക്കാരുടെ കുടുംബ ബജറ്റിന് കനത്ത പ്രഹരമായി മാറിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.